ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്ന മൊഡ്യൂളിലെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്, കൗമാരക്കാരിലും കുട്ടികളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന തകരാറുകൾ, ഈ ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ എസ്സേ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്, ഡോക്ടർ അജീഷ് PR lists the background as well as the implications of drug abuse. മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അദ്ദേഹം പട്ടികപ്പെടുത്തുന്നു. The author also makes a study of the prevalence of substance use in India and also the factors that are associated with it. ഇന്ത്യയിലെ സബ്സ്റ്റൻസ് യൂസിൻ്റെ വ്യാപനത്തെപ്പറ്റിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. The essay concludes with a note on the treatment given to adolescent substance users as well as the prevention programs and their objectives. അതുപോലെ തന്നെ കൗമാരക്കാരിലെ സബ്സ്റ്റൻസ് യൂസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. Dr. Ajish PR is the head of the Department of Psychiatry at the General Hospital, Ernakulam. He is also the nodal officer of the Comprehensive Mental Health Program in Ernakulam district. He is actively involved in the rehabilitation of alcohol and drug abuse victims. ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് വിക്ടിംസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഡോക്ടർ അജീഷ് ഗിവ്സ് ലെക്ചേഴ്സ് ആൻഡ് കോർഡിനേറ്റ്സ് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ആൻഡ് സ്റ്റിഗ്മ റിഡക്ഷൻ പ്രോഗ്രാംസ്. ഇത്തരം പ്രോഗ്രാംസിലൊക്കെ അദ്ദേഹം എൻഗേജ്ഡ് ആണ്. സമ്മറി ഓഫ് ദി എസ്സേ. The term substance refers to commonly known drugs of abuse such as cannabis and opioids, intoxicants like alcohol and tobacco, and medicinal compounds like tranquilizers and sedatives. Term substance എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദുരുപയോഗം ചെയ്യുന്ന മരുന്നുകളായ സച്ചസ് ക്യാനബിസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, ആൻഡ് ഒപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ കഞ്ചാവൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ലേഹ്യം, കറുപ്പ് ലേഹ്യം അല്ലെങ്കിൽ ഉറക്കമരുന്ന് എന്നൊക്കെ പറയും. ഇൻടോക്സിക്കൻസ് എന്ന് പറഞ്ഞാൽ ലഹരി മരുന്നുകൾ, ലഹരി തരുന്ന വസ്തുക്കളായ ലൈക്ക് ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ, ആൻഡ് മെഡിസിനൽ കോമ്പൗണ്ട്സ് ഔഷധ മിശ്രിതങ്ങളായ ട്രാൻക്വിലൈസേഴ്സ് ആൻഡ് സെഡേറ്റീവ്സ്. ട്രാൻക്വിലൈസേഴ്സ് മീൻസ് ഉറക്കമരുന്ന്, സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലർ, വേദന സംഹാരി. Substance abuse is a pattern of substance use leading to clinically significant impairment or distress, adversely affecting an individual's health and familial or social relationship. കൃത്യമായ വൈകല്യത്തിലേക്കോ ദുരിതത്തിലേക്കോ ഒക്കെ നയിക്കുന്ന വസ്തുക്കളാണ് ലഹരി മരുന്നുകൾ. ആരോഗ്യകരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ ഉള്ള ബന്ധത്തെ ഇത് ബാധിക്കുന്നുണ്ട്. On a large scale, it is also affects national productivity, economy and public health in general. വിശാലമായ അർത്ഥത്തിൽ ഇത് പൊതുജനാരോഗ്യത്തെയും സമ്പദ് വ്യവസ്ഥയെയും നാഷണൽ പ്രൊഡക്ടിവിറ്റിയെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. In most countries, drug abuse occurs in environments. മിക്ക കൺട്രികളിലും ഡ്രഗ് അബ്യൂസ് ഉണ്ടാകാനുള്ള പരിതസ്ഥിതി എന്ന് പറയുന്നത് ഹൈ ലെവൽസ് ഓഫ് ആബ്സെൻറ്റീസം ഫ്രം സ്കൂളിൽ നിന്ന് സ്ഥിരമായി വിട്ടുനിൽക്കുകയോ, അതായത് ഹാജരില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഗ്യാങ് ആക്ടിവിറ്റീസ് ആൻഡ് അതർ ആൻറ്റി സോഷ്യൽ ആൻഡ് ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഇതുണ്ടാകാനുള്ള പശ്ചാത്തലം. The drugs which are commonly misused fall into 3 categories. സാധാരണയായിട്ട് ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 സ്റ്റിമുലൻസ്, 2 ഡിപ്രസൻസ്, 3 ഹാലൂസിനോജൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞാൽ ഉത്തേജകം തരുന്ന മരുന്നുകൾ. Stimulants are drugs that stimulate the brain and the central nervous system. തലച്ചോറിനെയും കേന്ദ്ര നാഡീവ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്ന മരുന്നുകളാണ് സ്റ്റിമുലൻസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. They usually increase alertness and physical activity. എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രവണതയും അതുപോലെ അലർട്ട്നെസ്, ജാഗ്രതയൊക്കെ ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നു. ആംഫിറ്റാമിൻ എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു മയക്കുമരുന്നാണ്. ആംഫിറ്റാമിൻ ആൻഡ് കൊക്കൈൻ ആർ എക്സാമ്പിൾസ് ഓഫ് സ്റ്റിമുലൻസിന് എക്സാമ്പിളുകളാണ് ആംഫിറ്റാമിൻസ് ആൻഡ് കൊക്കൈൻ. The coffee that one takes every day is a stimulant that causes addiction. ഒരാൾ ദിവസവും കഴിക്കുന്ന കോഫിയും ഈ സ്റ്റിമുലൻറ്റിൽ വരുന്നുണ്ട്, കാരണം അത് നമ്മളിൽ ആസക്തി ഉണ്ടാക്കുന്നു. Stimulants are well known as party drugs because they keep users alert and awake all night. ഉത്തേജക മരുന്നുകൾ ഈ സ്റ്റിമുലൻസിനെ പാർട്ടി മരുന്നുകൾ എന്നും അറിയപ്പെടുന്നു, കാരണം അവ ഉപയോക്താക്കളെ ജാഗ്രതയോടെയും രാത്രി മുഴുവൻ ഉണർത്തുകയും ചെയ്യുന്നു.
ദേ ഗിവ് യങ് പീപ്പിൾ ദ എനർജി ആൻഡ് ദ മൈൻഡ് സെറ്റ് ടു ഡാൻസ് ഓൾ ഈവനിങ്. അപ്പോൾ യുവാക്കൾക്ക് എനർജി നൽകുന്നു. ഡാൻസ് ചെയ്യാനും വൈകുന്നേരങ്ങളിൽ മുഴുവൻ നൃത്തം ചെയ്യാൻ മനസ്സിനെ സജ്ജമാക്കുന്നു. സ്റ്റിമുലൻസ് ഇൻക്രീസ് ദ പ്രസൻസ് ഓഫ് ഡോപ്പമൈൻ ഇൻ ദ ബ്രെയിൻ വിച്ച് ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ റെസ്പോൺസിബിൾ ഫോർ ഫീലിങ്സ് ഓഫ് പ്ലഷർ. നമ്മുടെ വികാരത്തെ ഉണർത്തുന്ന ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനത്തെയും വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഡിപ്രസൻസ്. Depressants are drugs that slow down the activity of the brain and the nervous system, decreasing the speed of the communication between them. തലച്ചോറിൻ്റെയും എന്താണ് മറ്റ് നാഡീവ്യവസ്ഥകളുടെയൊക്കെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു ഡിപ്രസൻസ്. ഫോർ മെഡിക്കൽ പർപ്പസ് ഡിപ്രസൻസ് ക്യാൻ calm nervous and relax muscles and are useful in treating sleep disorders like insomnia. ഈ ഡിപ്രസൻസ് ഒക്കെ മെഡിക്കലി ഗുണമുള്ളതാണ്. കാരണം എന്താണ്, ഇൻസോമാനിയ ബാധിച്ചവർക്ക്, ഉറക്കമില്ലായ്മ ബാധിച്ചവർക്ക് അവരുടെ മനസ്സ് ശാന്തമാകാനും മസിൽസിനൊക്കെ റിലാക്സ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലീഗൽ ഡിപ്രസൻറ്റ് ഈസ് ആൽക്കഹോൾ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമപരമായിട്ട് ഉപയോഗിക്കുന്ന ലീഗൽ ഡിപ്രസൻറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആൽക്കഹോളാണ്. വൈ ഹെറോയിൻ ഈസ് ദി മോസ്റ്റ് പോപ്പുലർ ഇലീഗൽ ഡിപ്രസൻറ്റ്. അതേസമയം ഹെറോയിൻ ഏറ്റവും പ്രചാരമുള്ള നിയമവിരുദ്ധമായ ഒരു ഡിപ്രസൻ്റ് ആണ്. ഡിപ്രസൻസ് ടേക്ക് ഇൻ ലാർജ് ഡോസസ് ഹാവ് വെരി ഹാംഫുൾ എഫക്ട്സ്. വലിയ ലാർജ് അളവിൽ കഴിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഹാലൂസിനോജൻസ്. ഹാലൂസിനോജൻസ് എന്ന് പറഞ്ഞാൽ വിഭ്രാന്തി ഉണ്ടാക്കുന്ന മരുന്നുകൾ, ഡ്രഗ്സ്. ഹാലൂസിനോജൻസ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ പെർസെപ്ഷൻ, ഇന്ദ്രിയ ജ്ഞാനത്തിലൊക്കെ അപഭ്രംശം ഉണ്ടാകുന്നു. ഹാലൂസിനോജൻസ് റിസൾട്ട് ഇൻ വിവിഡ് ഹാലൂസിനേഷൻസ് ലൈക്ക് പ്രൊഫൗണ്ട് ഇമേജസ്, സൗണ്ട്സ് ആൻഡ് സെൻസേഷൻസ് വിച്ച് വിൽ ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി യൂസർ ദോ ഇൻ റിയാലിറ്റി ദേ ഡു നോട്ട് എക്സിസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാലൂസിനോജൻസ് ഉപയോഗിക്കുന്നവർക്ക് ചിത്രങ്ങളും സൗണ്ടും സെൻസേഷനൊക്കെ കൂടുതലായിട്ട്, മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട്, അവയൊന്നും ഉള്ളതല്ലെങ്കിലും അതൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടും. ഒരുതരം വിഭ്രാന്തി. Hallucinogens can be found naturally in some trees, seeds and fungi like psilocybin found in some mushroom. ചില കൂണുകളിൽ സൈലോസിബിൻ എന്ന് പറയുന്ന ഹാലൂസിനോജൻ കാണുന്നത് പോലെ എന്താണ് സം ട്രീസിലും സീഡ്സിലും ഫംഗിയിലൊക്കെ നമുക്ക് ഹാലൂസിനോജൻസ് കാണാം. The desired effects of these drugs are drastic changes in sensory perception, distorted sense of visuals, altered perception of oneself, hallucinations, relaxation, happiness, satisfaction and euphoria. Euphoria എന്ന് പറഞ്ഞാൽ ആഹ്ലാദം. അപ്പോൾ ഡിസൈഡ് എഫക്ട്സ് ഓഫ് ദീസ് ഡ്രഗ്സ്, ഈ ഡ്രഗ്സ് മൂലം ഉണ്ടാകുന്ന അതിൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസറി പെർസെപ്ഷൻ, നമ്മുടെ ഇന്ദ്രിയജ്ഞാനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വലിയ മാറ്റങ്ങൾ, റിയൽ ഉള്ളതുപോലല്ല നമുക്കുണ്ടാകുന്ന ധാരണ. ഡിസ്റ്റോർട്ടഡ് സെൻസ് ഓഫ് വിഷ്വൽസ്, കാണുന്നതും കേൾക്കുന്നതിലെല്ലാം എന്താണ് മിഥ്യ, ഒരു യഥാർത്ഥമല്ല നമ്മൾ കാണുന്നത്. ഹാലൂസിനേഷൻസ്, റിലാക്സേഷൻ, ചിലപ്പോൾ ആശ്വാസം കിട്ടും, ഹാപ്പിനെസ്, സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ആൻഡ് യൂഫോറിയ, ആഹ്ലാദം. ഹാലൂസിനോജൻസ് ട്രിഗർ സം നെഗറ്റീവ് എഫക്ട്സ് ലൈക്ക്, ഈ ഹാലൂസിനോജൻസ് കുറച്ച് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കുന്നു. അതായത് ബാഡ് ട്രിപ്സ്, ആകെ മനസ്സിളകിയ അവസ്ഥ, വിഭ്രാന്തി. ഓവർവെൽമിങ് ദ യൂസർ all at once causing him to experience severe panic. ഇതൊരു ആദ്യമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സിവിയർ പാനിക്, ഭയങ്കര വല്ലാത്തൊരു ഭയം ഒക്കെ അനുഭവപ്പെടും. അനദർ സൈഡ് എഫക്റ്റ് ഈസ് ഫ്ലാഷ് ബാക്ക്. വേറെണ്ണം എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ പ്ലസൻറ്റ് സുഖകരമായതും അസുഖകരമായ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ. ദ സബ്സ്റ്റൻസ് അബ്യൂസ് ബൈ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ക്യാൻ ബ്രിങ് അബൌട്ട് ഡിവാസ്റ്റേറ്റിംഗ് കോൺസിക്വൻസസ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് വിനാശകരമായിട്ടുള്ള ഒരുപാട് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ദ അക്യൂട്ട് ഇഫക്ട്സ് ഓഫ് ഇൻടോക്സിക്കേഷൻ ക്യാൻ ബി അബ്സല്യൂട്ട്ലി ഡിസാസ്ട്രസ്. തീവ്രമായ ലഹരിയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് തികച്ചും അപകടകരമാണ്. ആൽക്കഹോൾ റിലേറ്റഡ് മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ്, ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ് ബോൺ വൈറസ്
caused by sharing of needles and the use of intravenous drugs. High risk behaviors like sexual risk taking, sexual victimization and unintentional injury are one of the increase. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ് ബോൺ വൈറസ്, ഈ നീഡിലൊക്കെ എന്താണ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ സെക്ഷൽ വിക്ടിമൈസേഷൻ ആൻഡ് അൺഇൻറ്റൻഷണൽ ഇഞ്ചുറി, മുറിവുകൾ സ്വയം അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടെ അല്ലാതെ മുറിവേൽപ്പിക്കുന്നതും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇറ്റ് ഈസ് ഷോക്കിംഗ് ദാറ്റ് ദ ആവറേജ് ഏജ് ഓഫ് ഇനിഷ്യേഷൻ ടു ആൽക്കഹോൾ യൂസ് ഇൻ കേരള അറ്റ് പ്രസൻറ്റ് ഈസ് 13. വേറെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് 13 വയസ്സ് മുതലുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. ദ ഫാമിലി ആൻഡ് ദ കമ്മ്യൂണിറ്റി ഹാവ് ടു ബിയർ ദ ഇറസ്പോൺസിബിൾ ബിഹേവിയർ, സോഷ്യൽ ഡിപ്രൈവേഷൻ, ക്രിമിനാലിറ്റി ആൻഡ് ആബ്സെൻറ്റീസം ഓഫ് ദി ആൽക്കഹോളിക്. കുടുംബവും അതുപോലെ സമൂഹവും അവരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇറസ്പോൺസിബിൾ ബിഹേവിയർ, സോഷ്യൽ ഡിപ്രൈവേഷൻ, ക്രിമിനാലിറ്റി ആൻഡ് ആബ്സെൻറ്റീസം ഓഫ് ദി ആൽക്കഹോളിക്. എപ്പിഡെമോളജി, രോഗത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പര്യവേഷണം നടത്തിയാൽ ദ ലൈഫ് ടൈം പ്രിവലൻസ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, അതായത് SUD, ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ഈസ് 11.4%. കോമൺ ഡ്രഗ്സ് അബ്യൂസ് ബൈ ഇന്ത്യൻ അഡോളസൻസ് ആർ ആൽക്കഹോൾ. 4 മുതൽ 13% വരെയുള്ള അഡോളസൻസ് ഡ്രഗ്സ് അബ്യൂസ് ചെയ്യുന്നുണ്ട്. ടൊബാക്കോ 3 മുതൽ 6% വരെ. മൈനർ ട്രാൻക്ലൈസേഴ്സ്, മറ്റ് ഉറക്കമരുന്നുകളൊക്കെ 1 മുതൽ 4%. അനാൽജസിക്സ്, വേദന സംഹാരികൾ, അതുപോലെ കാനബീസ് ഒക്കെ ഉൾപ്പെടുന്നു. ഹൈ പ്രിവലൻസ് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് എമംഗ് സ്ട്രീറ്റ് ചിൽഡ്രൻ വേറസ് എമംഗ് ഗേൾസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി അൺകോമൺ. സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഇത് അൺകോമൺ ആണ്, അധികം ഉപയോഗിക്കുന്നില്ല. അതേസമയം സ്ട്രീറ്റ് ചിൽഡ്രൻ ആണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇൻഹാലൻസ്, സെഡേറ്റീവ്സ്, കഫ് സിറപ്പ്, വൈറ്റ്നേഴ്സ്, പെയിൻ തിന്നേഴ്സ്, പെട്രോൾ, ഗ്യാസോലിൻ ആർ ഓൾസോ ബീയിങ് യൂസ്ഡ്. ഇതൊക്കെ തന്നെയും അവർ ഉപയോഗിക്കുന്നുണ്ട്. സ്മോക്ക്ലെസ് ടുബാക്കോ, പാൻ, ഹാൻഡ്സ് ആൻഡ് ഗുഡ്ക ആർ ഓൾസോ കോമൺ എമംഗ് അഡോളസൻസ് ഇൻ ഇന്ത്യ. കൗമാരക്കാർക്കിടയിൽ ഇതെല്ലാം ഇപ്പോൾ പ്രചാരത്തിലുണ്ട്, അവരിതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു എ സർവേ 2006 നടന്ന സർവേയിൽ 3 മുതൽ 8% ഓഫ് സ്റ്റുഡൻസ് പുകവലിക്കുന്നുണ്ട്. അതുപോലെ 11.9% യൂസ് സ്മോക്ക്ലെസ് ടുബാക്കോ. എറ്റിയോളജി, ഇതിൻ്റെ കാരണം എന്താണ്? എറ്റിയോളജി റെഫേഴ്സ് ടു എ റേഞ്ച് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ദ ഇൻഡിവിജ്വൽ ടു എക്സ്പെരിമെൻറ്റ് വിത്ത് സബ്സ്റ്റൻസസ്, പ്രോഗ്രസ് ടു റെഗുലർ യൂസ് ആൻഡ് ഡെവലപ്പ് അബ്യൂസ് ഓർ ഡിപ്പെൻഡൻസ്. ഈ അഡോളസൻസ് അല്ലെങ്കിൽ വ്യക്തികളെ ഇത് ഉപയോഗിക്കാനുള്ള കാരണം, അതുപോലെ പ്രോഗ്രസ് ടു റെഗുലർ യൂസ്, ഡെവലപ്പ് അബ്യൂസ് ഓർ ഡിപ്പെൻഡൻസ്, അത് കൂടുതൽ ആശ്രയിക്കുന്നത്, അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഫസ്റ്റ്, ജനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്, പാരമ്പര്യമായിട്ടും പരിസ്ഥിതിപരമായിട്ടും അത് സ്വാധീനിക്കുന്നുണ്ട്. എന്തെന്നാൽ എ പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഈസ് എ സ്ട്രോങ് പ്രെഡിക്റ്റർ ഫോർ സബ്സ്റ്റൻസ് യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീനേറ്റൽ സബ്സ്റ്റൻസ് എക്സ്പോഷർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് അഡോളസൻറ്റ് സബ്സ്റ്റൻസ് യൂസ്. അവരുടെ ബർത്തിന് മുമ്പുള്ള സമയത്ത് അതും അവരെ സ്വാധീനിച്ചേക്കാം ഉപയോഗിക്കുന്നതിൽ. ചൈൽഡ് മാൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് അബ്യൂസ്, ചൈൽഡ്ഹുഡ് നെഗ്ലക്റ്റ്, ഫിസിക്കൽ അബ്യൂസ് ആൻഡ് സെക്ഷൽ അബ്യൂസ്, ഇതെല്ലാം തന്നെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് വഴി അവരിങ്ങനെ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാനുള്ള സാഹചര്യം കൂടുന്നു. മരീച്ചൽ കോൺഫ്ലിക്ട്സ് ആൻഡ് പേരൻ്റൽ ഡിവോഴ്സ്, വിവാഹ മൂലം ഉണ്ടാകുന്ന പിന്നീടുള്ള സംഘർഷങ്ങളും അതുപോലെ പേരൻ്റൽ ഡൈവോഴ്സും ഒക്കെ ഇതിന് കാരണമാകുന്നു. പേരൻറ്റിംഗ് ബിഹേവിയേഴ്സ് ഇൻക്ലൂഡിങ് ഇൻഎഫക്റ്റീവ് ഡിസിപ്ലിൻ, പൂവർ സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിങ് പേരൻറ്റ് ചൈൽഡ് കോൺഫ്ലിക്റ്റ് എക്സെട്ര അതൊക്കെ നയിക്കുന്നു. അതുപോലെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇഫക്റ്റീവായിട്ടുള്ള അച്ചടക്കത്തോടെ വളർത്താൻ പറ്റാത്ത അവസ്ഥയോ പൂവർ സൂപ്പർവിഷൻ, ഒന്നിലും അവരുടെ മേൽനോട്ടമൊന്നും ഇല്ലാത്തതും ഒക്കെ ചിലപ്പോൾ കുട്ടികളെ സബ്സ്റ്റൻസ് യൂസിലേക്ക് നയിക്കുന്നു. ഡീവിയൻറ്റ് പീർ അഫിലിയേഷൻ, സബ്സ്റ്റൻസ് യൂസ് അഡോളസൻറ്റ് സീക്ക് ഔട്ട് പിയേഴ്സ് ഹൂ ഓൾസോ യൂസ് സബ്സ്റ്റൻസ്. പിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അവരുപയോഗിക്കുന്നതും ചിലപ്പോൾ ഉപയോഗിക്കുന്നതിന് കാരണമാകുന്നു. അവരെ സ്വാധീനം കൊണ്ട് ഉപയോഗിച്ചേക്കാം. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ത്രൂ പിയർ പ്രഷർ, സോഷ്യലൈസേഷൻ ആൻഡ് മോഡലിംഗ് റെയിൻഫോഴ്സ് സബ്സ്റ്റൻസ് യൂസ്, അവർ ചിലപ്പോൾ പ്രേരിപ്പിക്കാം സബ്സ്റ്റൻസ് ഉപയോഗിക്കാൻ. എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് സച്ചസ്
കണ്ടക്ട് ഡിസോർഡേഴ്സ്, ഒപ്പോസിഷണൽ ഡിസോർഡർ, ADHA. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ADHA, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത കുട്ടികൾക്ക്, ചില കുട്ടികൾക്കൊക്കെ ഈ ഒരു ഇത് കാണും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHA, etc. predisposes to the development of substance use disorder. There is a pattern in the use of substance over time. A legal substance such as alcohol or cigarette is used first. അത് ഉപയോഗിക്കുന്നതിലും ഒരു ഘട്ടങ്ങളൊക്കെ ചിലപ്പോൾ കാണും. ആദ്യം ചിലപ്പോൾ ആൽക്കഹോളോ സിഗരറ്റോ ഒക്കെ ആയിരിക്കാം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ മരിജുവാന ഓർ കാനബിസ്. പിന്നീട് കഞ്ചാവ്, കറുപ്പ് അതൊക്കെ ഉപയോഗിക്കും. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇലിസിറ്റ് സബ്സ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒപ്പിയോയിഡ്സും കൊക്കൈനും സ്റ്റിമുലേറ്റേഴ്സും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. The use of marijuana facilitates the entry into other illicit substance use. ഈ മരിജുവാന, കഞ്ചാവ് ഉപയോഗിക്കുന്നതാണ് പിന്നീട് മറ്റ് ഇലിസിറ്റ്സ്, എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള ഇലിസിറ്റ് സബ്സ്റ്റൻസ് അതിലേക്ക് പോകുന്നത്. എഫക്ട്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് അഡിക്ഷൻ ഓൺ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ ഈ ഡ്രഗ് അഡിക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇൻ അഡോളസൻസ്, സബ്സ്റ്റൻസ് അബ്യൂസ് ഈവൻ ഫോർ എ ഇയർ ഓർ 2 ലീഡ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡെഫിസിറ്റ്സ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എ റിഡക്ഷൻ ഇൻ ന്യൂറോ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇൻ ദ ഡൊമെയിൻ ഓഫ് അറ്റൻഷൻ, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്, സ്പീഡഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, മെമ്മറി ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് എക്സെട്ര. സെൻഷ്വൽ ഡ്രഗ്സ് ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ബ്രെയിൻ സെൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻഷ്വൽ ഡ്രഗ്സ് ഓൾട്ടർ, ചേഞ്ച് ചെയ്യുന്നു നമ്മുടെ ബ്രെയിനിലുള്ള പ്രവർത്തനമോ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. സെൻഷ്വൽ ഡ്രഗ്സ് alter the chemistry of brain cells and radically change the hundreds of enzymes that carry out the cell functions. ചില പ്രോട്ടീൻ വസ്തുക്കളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എൻസൈംസിൽ. ട്രീറ്റ്മെൻറ്റ് ഓഫ് അഡോളസൻറ്റ് സബ്സ്റ്റൻസ് അബ്യൂസ്. അഡോളസൻസ് വിത്ത്, അവരെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അവരെങ്ങനെ പഴയ നിലയിലേക്ക് എത്തിക്കാം. അഡോളസൻസ് വിത്ത് സബ്സ്റ്റൻസ് യൂസ് നീഡ് മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓവർ ടൈം സിൻസ് ദെയർ ആർ ക്രോണിക് റിലാപ്സിംഗ് കണ്ടീഷൻസ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൗമാരക്കാർക്ക് അത് വീണ്ടെടുക്കാൻ പിന്നെ ഉപയോഗിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉള്ളതിനാൽ കാലക്രമേണ എപ്പിസോഡ് എന്ന നിലയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ദ ട്രീറ്റ്മെൻറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് കംപ്ലീറ്റ് ആബ്സ്റ്റിനൻസ് ഓർ റിഡക്ഷൻ ഇൻ ഡ്രഗ് യൂസ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ആ ഡ്രഗ് യൂസിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടു നിൽക്കാൻ അവരെ കൊണ്ട് കഴിയുന്നതായിരിക്കണം. Clinical and private interviews with the adolescents and the parents for obtaining information are carried out. ക്ലിനിക്കൽ, ചികിത്സാപരമായിട്ടോ അല്ലാതെ പ്രൈവറ്റ് സ്വകാര്യ ഇൻ്റർവ്യൂസൊക്കെ നമുക്ക് അവരുമായിട്ട് നടത്താം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റാബ്ലിഷിങ് എ ഗുഡ് റാപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു അവരുമായിട്ട് നല്ലൊരു കണ്ടീഷനിൽ എത്തണം. എസ്റ്റാബ്ലിഷിംഗ് എ ഗുഡ് റാപ്പോർട്ട് വിത്ത് ദ അഡോളസൻസ് ഈസ് ക്രിട്ടിക്കൽ ഫോർ ദ സെൽഫ് ഡിസ്ക്ലോഷർ ഓഫ് ഡ്രഗ് യൂസ്. അവരുടെ ഡ്രഗ് യൂസിനെ കുറിച്ച് നമ്മളോട് വെളിപ്പെടുത്തണമെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു റാപ്പോർട്ട് വേണം. ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി അഡോളസൻസ് ഷുഡ് ബി ഹോണേഡ്. അതുപോലെ അവരുടെ സ്വകാര്യത അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന് നമ്മൾ അത് ഹോണർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. Gathering vital information from the patient in the presence of parents is of utmost significance. അവർ പറയുന്ന ഓരോ ഇൻഫർമേഷനും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അത് കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം. അതുപോലെ അത് സ്വകാര്യമായിട്ട് നമ്മൾ അത് കാത്ത് സൂക്ഷിക്കണം. The following are the techniques that facilitate both treatment and rehabilitation. ട്രീറ്റ്മെൻറ്റ് അവരുടെ പഴയ നില റീഹാബിലിറ്റേഷനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ടെക്നിക്സ്. ഒന്ന്, മോട്ടിവേഷണൽ ഇൻ്റർവ്യൂയിങ് ടെക്നിക്സ് വിച്ച് വിൽ ഹെൽപ്പ് ടു ഇവോൾവ് പേഷ്യൻറ്റ് ജനറേറ്റഡ് ട്രീറ്റ്മെൻറ്റ് ഗോൾസ്. മോട്ടിവേഷണൽ ഇൻ്റർവ്യൂ, അവരുമായിട്ട് നല്ല ഒരു റാപ്പോർട്ടിൽ അവരെ പ്രചോദിപ്പിക്കണം, അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം കൊടുക്കണം. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ടു ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് ദ ഡ്രഗ് ക്രേവിങ്സ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് ടു സ്ട്രെങ്തൻ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ടു ഐഡൻറ്റിഫൈ ആൻഡ് അവോയ്ഡ് റിസ്ക് സിറ്റുവേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBT, ടു ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് ഡ്രഗ് ക്രേവിങ്സ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് to strengthen problem solving and communication skills and to identify and avoid high risk situations. 12-step programs based on the principle. നെക്സ്റ്റ് നടത്താൻ പറ്റുന്നത് 12-step programs based on the principle of Alcoholics Anonymous, AA എന്ന് പറയുന്ന അതിൻ്റെ തത്വങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ്. 12 സ്റ്റെപ്പ് പ്രോഗ്രാംസ് എൻകറേജിങ് മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത് ത്രൂ എ ലൈഫ് ലോങ് സ്പിരിച്വൽ ജേർണി കൺസിസ്റ്റിംഗ് ഓഫ് 12 സ്റ്റെപ്സ്. 12 സ്റ്റെപ്പിലൂടെ അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ആരോഗ്യം
ജീവിതത്തിലുടനീളം വീണ്ടെടുക്കാനുള്ള അവസരം നൽകുന്നു. അടുത്തത് പ്രിവെൻഷൻ പ്രോഗ്രാംസ്. ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി, കുട്ടികളിലെ അഡോളസൻസിലെ ഡ്രഗ് അബ്യൂസ് പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഫസ്റ്റ്, കോളേജ് ബേസ്ഡ് പ്രിവെൻഷൻ പ്രോഗ്രാംസ്. കോളേജ് ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്. സോഷ്യൽ റെസിസ്റ്റൻസ് സ്കിൽസ് ട്രെയിനിങ് to increase an awareness of the social influence and to keep away from peer and media pressure to smoke, drink or drug abuse. ഈ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ടുബാക്കോയൊക്കെ ഉപയോഗിക്കുന്ന ആ പരിതസ്ഥിതിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരം അവർക്ക് ഇതുവഴി കിട്ടുന്നു. നെക്സ്റ്റ്, നോർമേറ്റീവ് എഡ്യൂക്കേഷൻ, അതായത് നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസത്തിലൂടെ. ആക്ടിവിറ്റീസ് ടു കറക്റ്റ് ഇനാക്യുറേറ്റ് പെർസെപ്ഷൻസ് റിഗാർഡിംഗ് ദ ഹൈ പ്രിവലൻസ് ഓഫ് സബ്സ്റ്റൻസ് യൂസ്. ഈ സബ്സ്റ്റൻസ് യൂസിൻ്റെ വ്യാപനം, അതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല എഡ്യൂക്കേഷനിലൂടെ അത് നൽകൽ. അടുത്തത് കോമ്പിറ്റൻസ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം, CEP, ടു ടീച്ച് ജനറൽ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഫോർ അസിസ്റ്റിംഗ് ഇന്റർപേഴ്സണൽ ഓർ മീഡിയ ഇൻഫ്ലുവൻസ് സ്കിൽസ് for increasing self-control and self-esteem as well as strategies to relieve stress and anxiety. ഈ കോമ്പിറ്റൻസ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ അതൊക്കെ അതിൽ നിന്നും മാറ്റി അതൊക്കെ ഉണ്ടാകാൻ ഇടയാകാത്ത ഒരവസ്ഥ ഉണ്ടാകാനും, അതുപോലെ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം, സെൽഫ് എസ്റ്റീം, നമ്മുടെ ആ സ്വയമുള്ള ഒരു എസ്റ്റീം അത് ഉയർത്തിപ്പിടിക്കാനും ഒക്കെ ഉള്ള അവസരം ഈ പ്രോഗ്രാമിലൂടെ കിട്ടുന്നു. സെക്കൻഡ്, പ്രോജക്റ്റ് ടുവേഴ്സ് നോ ഡ്രഗ് അബ്യൂസ്. ഒരു പ്രോജക്റ്റ് ഡ്രഗ് അബ്യൂസിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കരുത്, അതിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ദിസ് പ്രോജക്റ്റ് ഈസ് ഡിസൈൻഡ് ടു ഹെൽപ്പ് ഹൈ റിസ്ക് സ്റ്റുഡൻസ്. 14 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് നടപ്പാക്കുന്നത്. ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് യങ് പീപ്പിൾ അറ്റ് റിസ്ക് ഫോർ സബ്സ്റ്റൻസ് അബ്യൂസ് വിൽ നോട്ട് യൂസ് സബ്സ്റ്റൻസ് ഇഫ് ദേ ആർ അവെയർ ഓഫ് ദി misconceptions and the myth as well as the dreadful consequences of drug abuse, have good coping skills and self control. അവരുടെ സെൽഫ് കൺട്രോൾ വർദ്ധിപ്പിക്കാനും അതുപോലെ ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ഡ്രെഡ്ഫുൾ കോൺസിക്വൻസസ്, ഭയാനകമായ ഫലങ്ങൾ, അതൊക്കെ അവരെ മനസ്സിലാക്കിപ്പിക്കുന്നു. നെക്സ്റ്റ്, ബ്രീഫ് ആൽക്കഹോൾ സ്ക്രീനിങ് ആൻഡ് ഇൻ്റർവെൻഷൻ ഇൻ കോളേജ് സ്റ്റുഡൻസ്. ബേസിക്സ് BASICS, ബ്രീഫ് ആൽക്കഹോൾ സ്ക്രീനിങ് ആൻഡ് ഇൻ്റർവെൻഷൻ ഇൻ കോളേജ് സ്റ്റുഡൻസ്. BASICS. Basics is a program for college students who drink alcohol heavily and are at risk for alcohol related problems including poor class attendance, missed assignments, accidents, sexual assault and violent behavior. ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്ന കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യേണ്ടത്. പുവർ ക്ലാസ് അറ്റൻഡൻസ്, ക്ലാസ്സിൽ ഹാജരാകാത്ത അവസ്ഥ, മിസ്ഡ് അസൈൻമെൻറ്റ്സ്, വർക്കുകളൊന്നും എഴുതാത്ത അവസ്ഥ, ആക്സിഡൻറ്റ്സ്, സെക്ഷൽ അസാൾട്ട്, സെക്ഷലായിട്ട് ആരെങ്കിലും ആക്രമിക്കുന്നത് ആൻഡ് വയലൻറ്റ് ബിഹേവിയർ, വല്ലാത്ത പെരുമാറ്റം. ബേസിക്സ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു റെഡ്യൂസ് ദെയർ ആൽക്കഹോൾ യൂസ് ആൻഡ് ദസ് ഡിക്രീസ് ദ നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് ഡ്രിങ്കിങ്. നെക്സ്റ്റ്, ഫാമിലി ബേസ്ഡ് പ്രിവെൻഷൻ പ്രോഗ്രാം. എയിം അറ്റ് പ്രിവെൻറ്റ് ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ് ഇൻ ചിൽഡ്രൻ. 12 മുതൽ 14 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലെ ചിൽഡ്രന് വേണ്ടിയിട്ട് ഫാമിലി ബേസ്ഡ് പ്രിവെൻഷൻ പ്രോഗ്രാം നടത്താം. ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് ഫാമിലി കണക്ഷൻസ്, CLFC, ഈസ് ഡിസൈൻഡ് ടു ഇൻഹാൻസ് ഫാമിലി ബോണ്ടിങ്. കുടുംബമായിട്ടുള്ള ബന്ധം അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി CLFC നടപ്പിലാക്കാവുന്നതാണ്. നെക്സ്റ്റ്, മോഡൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രിവെൻഷൻ പ്രോഗ്രാം. ദിസ് ഈസ് പ്രൈമർലി എയിംഡ് അറ്റ് റെഡ്യൂസിങ് ഹൈ റിസ്ക് ഡ്രിങ്കിങ്. RHRD ഉള്ളവരിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്. മോഡൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രിവെൻഷൻ പ്രോഗ്രാം ആൻഡ് മേക്സ് യൂസ് ഓഫ് ദി ഫോളോയിങ് സ്ട്രാറ്റജീസ്. അതിലുപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ആണ്: 1, റെഡ്യൂസിങ് ആൽക്കഹോൾ ആക്സസ് ബൈ മിനിമൈസിങ് ദ നമ്പർ ഓഫ് ബാർസ് ആൻഡ് ലിക്വർ ഷോപ്പ്. ബാറിൻ്റെയും ലിക്വർ ഷോപ്പിൻ്റെയും എണ്ണം കുറച്ചുകൊണ്ട് ഈ ആൽക്കഹോൾ ഇത് ഉപയോഗിക്കുന്നത് റെഡ്യൂസ് ചെയ്യാം, കുറയ്ക്കാം. ചെക്കിംഗ് ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ത്രൂ law enforcement. നിയമം വഴി അത് നടപ്പിലാക്കാം. ചെക്ക് ചെയ്യുന്നത്, ഡ്രിങ്കിങ്ങും ഡ്രൈവിങ്ങും അതൊക്കെ ചെക്ക് ചെയ്ത് അതിലൂടെ നടപ്പിലാക്കാം. കൺട്രോളിങ് അണ്ടർ ഏജ് ആൽക്കഹോൾ കൺസംഷൻ ബൈ സ്റ്റോപ്പിംഗ് ദ സെയിൽ ഓഫ് ആൽക്കഹോൾ ഇൻ മൈനേഴ്സ്. ഇത്ര വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ആൽക്കഹോൾ നൽകുന്നത്, അതിൻ്റെ വിൽപ്പന നിയന്ത്രിക്കാം. പ്രൊവൈഡിങ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ടു ഇംപ്ലിമെൻറ്റ് സപ്പോർട്ട് ഓഫ് ഇൻ്റർവെൻഷൻസ് ആൻഡ് ട്രെയിനിങ് ആൽക്കഹോൾ ബിവറേജ് സർവീസ് ആൻഡ് അസിസ്റ്റിംഗ് റീറ്റെയിലേഴ്സ് ടു കർബ് ഡ്രങ്കഡ്നെസ്. ഈ മദ്യം അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബിവറേജ് അതുപോലെ സർവേഴ്സിനുമൊക്കെ മതിയായ അവബോധം കൊടുക്കാം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പ്രോബ്ലംസ് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഈസ് ക്രൂഷ്യൽ. ഈ ലാസ്റ്റ് കൺക്ലൂഡായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുന്നു. സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻക്രീസസ് റാപ്പിഡ്ലി ഫ്രം ഏർലി ടു ലേറ്റ് അഡോളസൻസ് ആൻഡ് ടിപ്പിക്കലി പീക്സ് ഡ്യൂറിങ് യങ് അഡൾട്ട്ഹുഡ്.
അവർ ഈ അഡോളസൻസിലെ ഉപയോഗിച്ച് അഡൾട്ട്ഹുഡ് പ്രായപൂർത്തിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് അതിൻ്റെ ഏറ്റവും പീക്കിൽ എത്തുന്നു. ഫാർമക്കോളജിക്കൽ തെറാപ്പീസ് combined with family systems based treatments and motivation enhancement therapy are what are needed to combat the problem. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യശാസ്ത്രപരമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുചേർന്ന് നമുക്ക് മോട്ടിവേഷണൽ തെറാപ്പിയിലൂടെ ഈ പ്രശ്നത്തെ മറികടക്കാം. അത്രയേ ഉള്ളൂ.